കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ സ്വരങ്ങളെയും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെയും എങ്ങനെ കായികപരമായി അടിച്ചമർത്താം എന്നതിന്റെ ഏറ്റവും ക്രൂരവും ഭയപ്പെടുത്തുന്നതുമായ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തുണ്ടായ പോലീസ് അതിക്രമങ്ങളെല്ലാം തന്നെ. ഒരു ജനകീയ ജനാധിപത്യ ഭരണകൂടം ജനങ്ങളിൽ നിന്നും എത്രത്തോളം അകന്നുപോയെന്നും ജനകീയ പ്രതിഷേധങ്ങളെ കായികമായി നേരിടാൻ സ്വന്തം ഔദ്യോഗിക സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഭരണകൂടം പരസ്യമായി ലൈസൻസ് നൽകിയെന്നും തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ നടന്ന അതിക്രൂരമായ അതിക്രമവും അതിനെ തുടർന്നുണ്ടായ കേസ് അട്ടിമറി ശ്രമങ്ങളും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തുണ്ടായ ഗുരുതരമായ ആഭ്യന്തര വീഴ്ചകളാണെന്ന് ഇന്ന് പൂർണ്ണമായും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അന്ന് ഈ നഗ്നമായ ആക്രമണത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് പരസ്യമായി ന്യായീകരിച്ച ഭരണാധികാരികൾക്ക് ഇന്ന് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ പൂർണ്ണമായി തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ളത് ജനാധിപത്യത്തിന്റെ വലിയൊരു നീതി നടപ്പാക്കൽ കൂടിയാണ്. 2023 ഡിസംബർ 15 കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ആ ചോരക്കളി തന്നെ അരങ്ങേറുന്നത്. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് നവകേരള സദസ്സിലെ VIP വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, അതുപോലെ തന്നെ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് എന്നിവർക്ക് നേരെയാണ് ഭരണകൂടത്തിന്റെ തണലിൽ അതിക്രൂരമായി മർദ്ദനമുണ്ടാക്കുന്നത്. പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സംരക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സുരക്ഷിതമായി മാറ്റിയതിനു ശേഷമാണ് ആക്രമണത്തിന്റെ യഥാർത്ഥ തിരക്ക് തന്നെ നടപ്പാക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നിവരടങ്ങുന്ന 5 അംഗ സംഘം തങ്ങളുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നിറങ്ങി കയ്യിലിരുന്ന മാരകമായ ലാത്തികൾ ഉപയോഗിച്ച് ഈ യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള യാതൊരുവിധ പ്രതിരോധശേഷിയും ഇല്ലാത്ത യുവാക്കളെ തലങ്ങും വിലങ്ങും തല്ലിച്ചതച്ച സുരക്ഷാ ജീവനക്കാരുടെ നടപടി ജനാധിപത്യ വിരുദ്ധതയുടെ അത്യന്തം അപകടകരമായ മുഖം കൂടിയായിരുന്നു. തലയ്ക്കും കൈകാലുകൾക്കും ശരീരമാസകലം മാരകമായി പരിക്കേറ്റ പ്രവർത്തകർക്ക് ദിവസങ്ങളോളം ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അടക്കം തന്നെ കഴിയേണ്ടി വന്നത് അന്നത്തെ ഭരണകൂട ഭീകരതയുടെ ആഴം വ്യക്തമാക്കുന്നത് കൂടിയാണ്. ഈ സംഭവത്തെ തുടർന്ന് കേരളത്തിൽ വലിയ തോതിലുള്ള ജനരോഷവും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുമാണ് അരങ്ങേറിയത്. എന്നാൽ പൊതുസമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത് ഈ നഗ്നമായ ആക്രമണത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച് പരസ്യമായി ന്യായീകരിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കൂടിയാണ്. ബസ്സിന് മുകളിലേക്ക് ചാടിയവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടതെന്ന മുഖ്യമന്ത്രിയുടെ അസംബന്ധവാദം വലിയ പരിഹാസത്തിനും ജനരോഷത്തിനുമാണ് വഴി തുറന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുഖ്യമന്ത്രി തന്നെ കുറ്റവാളികളായ ഉദ്യോഗസ്ഥർക്ക് പരസ്യമായി സംരക്ഷണം നൽകിയതോടെ താഴെത്തട്ടിലുള്ള പോലീസുകാർക്ക് എന്തതിക്രമവും കാട്ടാനും പ്രതിപക്ഷത്തെ തല്ലിയൊതുക്കാനുമുള്ള പച്ചക്കൊടിയായി അത് മാറുകയും ചെയ്തു. നിയമപാലകർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളം നീങ്ങിയത് ഈ രാഷ്ട്രീയ തണലിൽ കൂടിയാണ്. പിണറായി വിജയന്റെ കാലത്ത് പോലീസ് സേനയിൽ നടന്ന രാഷ്ട്രീയ അതിപ്രസരവും അതുപോലെ അധികാര ദുർവിനിയോഗവും ഈ കേസുകളിലുടനീളം കൃത്യമായി കാണാനും സാധിക്കും. സാധാരണക്കാരന് നീതി നൽകേണ്ട പോലീസ് സംവിധാനം പൂർണ്ണമായും പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള കായിക രൂപമായി മാറിയ കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ആലപ്പുഴ ഈ പറഞ്ഞ നവകേരള മർദ്ദന കേസ് അട്ടിമറിക്കാനും കേസ് ഡയറിയിൽ ക്രമക്കേടുകൾ വരുത്താനും അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തന്റെ ഉന്നത പദവി ദുരുപയോഗം ചെയ്തെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ നൽകിയ സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ഉന്നതതല ഇടപെടലിലൂടെ പൂഴ്ത്തിയതും പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസിലെ ക്രിമിനലുകൾക്ക് ലഭിച്ച രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. ഒരു IPS ഉദ്യോഗസ്ഥർ നൽകിയ ഔദ്യോഗിക റിപ്പോർട്ട് പോലും രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പൂഴ്ത്തിവെച്ചു എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണമായ തകർച്ചയാണ് കാണിക്കുന്നത്. ഭരണമാറ്റത്തിന് ശേഷം പുതിയ VD സതീശൻ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി നിയമിതനായതോടുകൂടി ഈ കേസിൽ നീതിപൂർവമായ നടപടികൾക്ക് വേഗത കൈവരുകയും ചെയ്തിരുന്നു. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും കേസ് ഡയറിയിലെ പോരായ്മകളെക്കുറിച്ചും പോലീസിന്റെ ബോധപൂർവമായ വീഴ്ചകളെക്കുറിച്ചും കടുത്ത വിമർശനം ഉയർന്നതിന് പിന്നാലെ പുതിയ സർക്കാർ ശക്തമായ നടപടികളിലേക്ക് കടക്കുക കൂടിയായിരുന്നു. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക റിപ്പോർട്ടുകളും വരും ദിവസങ്ങളിൽ പോലീസ് മേധാവിയെ പോലീസ് മേധാവി തന്നെ ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നതോടുകൂടി പിണറായി കാലത്തെ അവിശുദ്ധ കൂട്ടുകൾക്കെല്ലാമാണ് ശക്തമായി തിരിച്ചടിയാകുന്നത്. അന്ന് അക്രമം കാട്ടിയ അനിൽകുമാർ, S പ്രദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നീ 5 ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ലഭിച്ചതും ADGPക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്നതും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വലിയ വിട്ടുവീഴ്ചയ്ക്കുള്ള തെളിവുകൾ കൂടിയാണ്. എന്തായാലും ADGPക്കെതിരെയും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുക കൂടിയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷ ഭരണകാലത്ത് കേരളത്തിൽ തുടർച്ചയായി പോലീസ് അതിക്രമങ്ങളുടെ നീണ്ട പരമ്പര തന്നെയാണ് അരങ്ങേറിയിട്ടുള്ളത്. ആലപ്പുഴ സംഭവം ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല, മറിച്ച് പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ സ്വാഭാവികമായ അനന്തരഫലം കൂടിയായിരുന്നു. 2023 ഏപ്രിലിൽ തൃശൂർ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ
VS സുജിത്തിനെ 5 പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവം വലിയ വിവാദം കൂടിയായിരുന്നു. പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനത്തെ തുടർന്ന് സുജിത്തിന് ഒരു കാതിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കുക, അല്ലെങ്കിൽ കേൾവിശക്തി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെതിരെ, അതായത് കോൺഗ്രസ് നേതാവും അതുപോലെ MP-യുമായ ഷാഫി പറമ്പിലിനെതിരെ വടകരയിൽ വെച്ചുണ്ടായ പോലീസ് ലാത്തിച്ചാർജും ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. സമാധാനപരമായി സമരം ചെയ്ത രാഷ്ട്രീയ നേതാക്കളെ പോലും ശത്രുക്കളെ പോലെയാണ് അന്ന് പോലീസ് നേരിട്ടത്. നിരന്തരമായ ലോക്കപ്പ് പീഡനങ്ങൾ പിണറായി വിജയൻ സർക്കാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നവയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രതിപക്ഷങ്ങൾക്കും നേരെ പോലീസ് അതിമാരകമായ പ്രയോഗം നടത്തിയപ്പോഴൊക്കെയും അതിനെ രാഷ്ട്രീയപരമായി ന്യായീകരിക്കാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുമാണ് അന്നത്തെ ഭരണകൂടം ശ്രമിച്ചിരുന്നത്. ഭരണകക്ഷിയുടെ യുവജന സംഘടനകൾ നടത്തുന്ന അതിക്രമങ്ങളോട് കാണിക്കുന്ന മൃദു സമീപനവും പ്രതിപക്ഷ സംഘടനകളുടെ സമരങ്ങളോട് കാണിക്കുന്ന അമിതമായ ആവേശവും പോലീസിന്റെ നിഷ്പക്ഷതയെ പൂർണ്ണമായും തകർക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശത്തെയാണ് പിണറായി വിജയൻ സർക്കാർ പോലീസിന്റെ കരുത്തുപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കിയത്. ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യവും വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവകാശവും ഇവിടെ നിരന്തരമായി ഹനിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നവകേരള സദസ്സിനിടെ ഉണ്ടായ മർദ്ദന സംഭവം പോലീസിന്റെ സുരക്ഷാ ചുമതലയും രാഷ്ട്രീയ വിധേയത്വവും തമ്മിലുള്ള അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയായിരുന്നു. അന്ന് പോലീസുകാർ തന്നെ ഭരണകൂടത്തിന്റെ ഗുണ്ടകളായി മാറി മർദ്ദകരായപ്പോൾ അവരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തിയത് നിയമവ്യവസ്ഥയോടുള്ള വലിയ വെല്ലുവിളി കൂടിയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത ആ ലാത്തികൾ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളതാണെന്നും അല്ലാതെ പ്രതിഷേധിക്കുന്നവരുടെ തലയടിച്ചു പൊളിക്കാനുള്ളതല്ല എന്നും കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസുകാർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള രാഷ്ട്രീയക്കാരോടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് പലപ്പോഴും ഇത്തരം അനിയന്ത്രിതമായ അതിക്രമങ്ങൾക്ക് വഴിവെച്ചിരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളുടെ കസേരകൾ നിലനിർത്താൻ ഭരണാധികാരികളുടെ ആജ്ഞാനുവർത്തികളായി മാറിയപ്പോൾ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ നിയമത്തെ ഭയപ്പെടാതെ പെരുമാറാൻ തുടങ്ങുകയും അത് കസ്റ്റഡി മരണങ്ങൾക്കും അതുപോലെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കും കസ്റ്റഡി ആക്രമണങ്ങൾക്കും വരെ കാരണമാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. മുൻ ഭരണകാലത്ത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെടുകയും പോലീസ് സ്റ്റേഷനുകൾ പാർട്ടി ഓഫീസുകളെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഭരണകക്ഷികളുടെ പ്രാദേശിക നേതാക്കൾ പോലും പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും കേസ് ഡയറികൾ തിരുത്താൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന്റെ സ്ഥലം മാറ്റങ്ങളും പ്രമോഷനുകളും പൂർണ്ണമായി പാർട്ടി വിധേയത്വത്തിന്റെ അടിസ്ഥാനത്തിലായി മാറുന്ന അവസ്ഥയും ഉണ്ടായി. ഇത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം കെടുത്തുന്നതിനും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥർക്ക് തഴച്ചു വളർന്നതിനും സാഹചര്യം ഒരുക്കുകയും ചെയ്തു. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിഷേധക്കാർക്ക് നേരിടേണ്ടതായി വന്നിട്ടുള്ളത്. കറുത്ത തുണി കാണിക്കുന്നത് വലിയൊരു കുറ്റകൃത്യമായി, വലിയൊരു അപരാധമായി ചിത്രീകരിച്ച് അതിനെ നേരിടാൻ തോക്കും ലാത്തിയുമായി സുരക്ഷാ ജീവനക്കാർ തെളിവിറങ്ങുന്ന യുവാക്കളുടെ തല അടിച്ചു പൊളിച്ച സംഭവം കേരള ചരിത്രത്തിൽ തന്നെ കറുത്ത അധ്യായം കൂടിയാണ്. വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച മുൻ സർക്കാരിന്റെ സ്വേച്ഛാധിപത്യപരമായ പ്രവണതകൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കൈക്കൊള്ളുന്ന അതിവേഗ നീക്കങ്ങൾ മുൻ സർക്കാരിന്റെ കാലത്തെ പോലീസ് അതിക്രമങ്ങൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ്. ആഭ്യന്തര വകുപ്പ് എന്നാൽ ഭരണാധികാരികളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നടപ്പാക്കാനുള്ളതല്ല എന്നും മറിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളതാണെന്ന് പുതിയ സർക്കാർ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആലപ്പുഴ നവകേരള സദസ്സ് മർദ്ദന കേസിൽ അനിൽകുമാർ, S. സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നിവർക്കെതിരെ കൈക്കൊണ്ട ഈ സസ്പെൻഷൻ നടപടിയും കേസ് അട്ടിമറിക്കാൻ നോക്കിയ ADGPക്കെതിരെ വരാൻ പോകുന്ന നീക്കങ്ങളുമെല്ലാം ശക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണ്. നിയമവിരുദ്ധമായ രാഷ്ട്രീയ ഉത്തരവുകൾ അനുസരിച്ചാൽ ഭാവിയിൽ നിയമത്തിന് മുന്നിൽ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കേണ്ടത് കൂടിയുണ്ട്. അധികാരം എപ്പോഴും ശാശ്വതമല്ല എന്നും ഭരണാധികാരികൾ മാറുമെന്നും എന്നാൽ നിയമവ്യവസ്ഥ അതുപോലെ നിലനിൽക്കുമെന്നുള്ള പാഠമാണ് ഈ നടപടികളിലൂടെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി കാലത്തെ പോലീസ് അതിക്രമങ്ങളിൽ പോലീസ് രാജ്, അതിനിരയായിട്ടുള്ള യുവാക്കളുടെ ദീർഘനാളത്തെ നിയമ പോരാട്ടവും പുതിയ സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ചേർത്ത് വായിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലീസിൽ നിന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ജനങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നത്. പോലീസിനെ രാഷ്ട്രീയ അതിപ്രസരത്തിൽ നിന്നും മോചിപ്പിക്കാനും അതിൻ്റെ നിഷ്പക്ഷത വീണ്ടെടുക്കാനും ഇനിയും ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. ആലപ്പുഴ സംഭവത്തിലെ 5 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനും ADGPക്കെതിരെ ഉണ്ടാകുന്ന അന്വേഷണവും ഇതെല്ലാം വലിയ തരത്തിൽ ശക്തമായി തന്നെ പോലീസിന് തിരിച്ചടിയാകുന്നുണ്ട്. കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുകയും അതുകൂടി ചെയ്യുമ്പോൾ മാത്രമേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകൾ പൂർണ്ണമായും നിയമ നടപടി ഉണ്ടാവുകയുള്ളൂ. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന സന്ദേശം ഈ നടപടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. ഇത് ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനമാണ്, അടിച്ചമർത്തപ്പെട്ടവരുടെ നീതി ഉറപ്പാക്കലാണ്. വരും ദിവസങ്ങളിൽ ഈ കേസിലുണ്ടാകുന്ന ഓരോ നീക്കങ്ങളും
മുൻ ഭരണകൂടത്തിൻ്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല.